അപ്പൊ നമ്മൾ എന്തെങ്കിലും സില്ലി മിസ്റ്റേക്ക് വരുത്തിണ്ടാവും. എനിക്കൊരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും ആ ബോധം വരിക. അതാണ് മെയിൻ. ആവേശം ഇറങ്ങിയിട്ടുണ്ട് മറ്റേ വർഷങ്ങൾക്ക് ശേഷം. എത്ര പടം ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ സ്ട്രെസ് ഫ്രീക്ക് എപ്പോഴും ഹൈബ്രിഡ് ആണ്. ഒരു ദിവസം പോലും ലീവ് എടുത്തിട്ടില്ല. ലീവ് എടുത്തിട്ടില്ല. ഹായ് മക്കളെ, നമ്മുടെ കൂടെ എന്നുള്ളത് ഫിദിനാണ്. ഫസ്റ്റ് റിപ്പീറ്റിൽ സൈലത്തിന്റെ ഹൈബ്രിഡ് ബാച്ചിൽ നിന്ന് 700+ സ്കോർ ചെയ്ത് എക്സാക്ട് മാർക്ക് വരാത്തത് OMRഉം ഒഫീഷ്യൽ ആൻസർ കീയും വരാത്തതുകൊണ്ടാണ്. ഫിദിൻ നമ്മളോടൊപ്പം ഉണ്ട്. ഫിദിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ സ്റ്റഡി പ്ലാനും ഒരു ഡേ ഇൻ എ ലൈഫ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫിദിൻ പറയൂ, എന്ത് തോന്നുന്നു? കോഴിക്കോട്ടുകാരിയാണ്, കോഴിക്കോട് ഹൈബ്രിഡ് ക്യാമ്പസിലായിരുന്നു. പറയൂ, എന്ത് ഫീൽ ചെയ്യുന്നു ഇപ്പം 700+? ഇപ്പം നല്ലൊരു ഷോക്കിലാണ് സത്യം പറഞ്ഞാല്. കാരണം ഇത്രത്തോളം കിട്ടും തന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാന് 650ന്റെ മുകളിലൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. എക്സാം എളുപ്പമായിരുന്നു, പക്ഷെ എന്നാലും ചെറിയ ചെറിയ ഡൗട്ടൊക്കെ. ഞാൻ 700+ എക്സ്പെക്ട് ചെയ്തിരുന്നു. കാര്യം എന്റെ കഴിഞ്ഞ മോഡൽ എക്സാമുകളിലെല്ലാം ലാസ്റ്റ് എക്സാമിലൊക്കെ 700+ലേക്ക് എത്തുന്നതുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ഷോക്കിംഗ് അല്ലായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്ത ആ ഒരു റേഞ്ച് തന്നെയാണ് ഫിദിൻ എത്തിയിട്ടുള്ളത്. ഫിദിൻ ഇപ്പം +2 കഴിഞ്ഞ് ഫസ്റ്റ് റിപ്പീറ്റ് ആണ് അല്ലെ സൈലത്തിൽ ജോയിൻ ചെയ്ത്? +2 ഇവിടെ കോഴിക്കോട് തന്നെയായിരുന്നു. കോഴിക്കോട്. ഓക്കെ. +2 കഴിഞ്ഞ് നേരെ സൈലത്തിലേക്ക് വന്ന് സൈലം ഹൈബ്രിഡ്. എന്തുകൊണ്ടായിരുന്നു സൈലം ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം? ഹൈബ്രിഡ് ഒരു ഫാക്ടർ ആയിരുന്നു, അത് കേട്ടപ്പോൾ അതിന്റെ ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു. എന്തായിരുന്നു സൈലം ചൂസ് ചെയ്യാനുള്ള ഒരു കാര്യം? അത് ഈ ഹൈബ്രിഡ് സിസ്റ്റമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ഒരു ദിവസം ഇടയിൽ ഗ്യാപ്പ് വരുമ്പോൾ എനിക്ക് നന്നായി സെൽഫായിട്ട് നമുക്ക് നമ്മളെ വീക്ക്നെസ്സസിലൊക്കെ വർക്ക് ചെയ്യാനും അങ്ങനെ അത്യാവശ്യം ടൈം ഉണ്ടായിരുന്നു. അതിന് കറക്റ്റ് നമുക്ക് സെൽഫ് സ്റ്റഡി നമ്മളേതായ രീതിയിൽ പ്ലാൻ ചെയ്ത് പഠിക്കാനും. പിന്നെ അതിനുശേഷം നമ്മൾ ക്ലാസ്സിൽ വരുമ്പം അവരെടുക്കുന്ന സാധനം നമുക്ക് എന്തോന്ന് കത്തുന്നുണ്ട്. അതന്നെ ഒരു വലിയ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല എനർജിയാണ്. അത് തന്നെ നമ്മൾ ഈ ഹൈബ്രിഡ് സിസ്റ്റം പ്ലാൻ ചെയ്തപ്പോഴും വെച്ചിട്ടുള്ളത്. അതെന്തായാലും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്. അപ്പം അത് അടിപൊളി. അപ്പോൾ ഒരു ഡേ ഇൻ എ ലൈഫ് ഒന്ന് പറയാമോ? എങ്ങനെയായിരുന്നു ഒരു കഴിഞ്ഞ ഒരു വർഷം എന്ന് പറഞ്ഞ്? അതുപോലെ തന്നെ ഫിദിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം ഒരു ലീവ് പോലും ഹൈബ്രിഡ് ബാച്ചിൽ എടുക്കാത്ത ഒരാൾ. എനിക്ക് തോന്നുന്നു ഒറ്റ ലീവ് പോലും. നേരത്തെയും ഇപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് വാപ്പിയായിട്ട് സംസാരിക്കുമ്പോൾ വാപ്പി പറയാന്ന് ഒരു ലീവ് പോലും എന്ത് ചെയ്തിട്ടില്ല, എടുത്തിട്ടില്ല. ഒരു കല്യാണത്തിന് പോലും പോയിട്ടില്ല അല്ലെ? ആരുടെയും കല്യാണത്തിനും പോയിട്ടില്ല. ഒരു കാര്യത്തിനും വേറൊരു കാര്യത്തിലേക്ക് പോകാത്ത ഒരു ആളായിരുന്നു. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കഴിഞ്ഞ 1 ഇയർ ഹൈബ്രിഡിനെ അത്രത്തോളം ഫോളോ ചെയ്ത ഒരാളായിരുന്നു. അപ്പം ആളുടെ ഒരു ഡേ ഇൻ എ ലൈഫ് എങ്ങനെയായിരുന്നു? രാവിലെ ഇപ്പം ഓൺലൈൻ ഡേ എങ്ങനെയായിരുന്നു, ഓഫ്ലൈൻ ഡേ എങ്ങനെയായിരുന്നു? അതിനെ കുറിച്ചൊന്ന് പറയാമോ ഡീറ്റെയിൽ ആയിട്ട്? ആദ്യം എന്താണ് വീഡിയോ കാണാറുള്ളത്, DPP എങ്ങനെയായിരുന്നു എഴുതാൻ, അതിനെ കുറിച്ചൊന്ന് പറയാമോ ഒന്ന്? അത് വീഡിയോ കാണുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാല്, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കണ്ടാല് അത് നമ്മൾ ആദ്യം പോസ് ചെയ്തിട്ട് സ്വന്തം വർക്ക്ഔട്ട് ചെയ്യണം. ഒന്ന് വർക്ക് ചെയ്തു എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ അത് നോക്കും. അല്ലെങ്കിൽ ആൻസർ കീ ചെയ്തത് ശരിയാണോ എന്ന് നോക്കാന് വീഡിയോ പ്ലേ ചെയ്യാം. ആക്ച്വലി വെറുതെ കാണുന്നതിന് പകരം ഒന്ന് സെൽഫ് ട്രൈ ചെയ്യുമായിരുന്നു. അതാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് കുറെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു കത്തുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് ഐഡിയ കിട്ടും. അപ്പൊ ആ ഓൺലൈൻ ഡേയിൽ തന്നെയും സ്വയം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. എന്നിട്ട് അത് DPP എഴുതും, അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യും. അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യും. ആദ്യം എന്താ കാണാറ്? ഏത് സബ്ജക്റ്റാ കാണാറുണ്ടായിരുന്ന വീഡിയോ? അങ്ങനെ പ്രത്യേകിച്ച് ഓർഡർ ഒന്നും ഇല്ല. പിന്നെ ആദ്യം ബയോളജി കാണും, അങ്ങനെ ഫിസിക്സ്, കെമിസ്ട്രി ആ ഓർഡറിലാണ് കാണുന്നത്. അപ്പൊ ഓൺലൈൻ ഡേ കംപ്ലീറ്റ്ലി വീട്ടിലിരുന്ന് പഠിച്ച് DPP എഴുതിയിട്ട് തൊട്ടടുത്ത ദിവസം രാവിലെ എക്സാമിന് പ്രിപ്പയർ ചെയ്താ വരുന്നത്. എക്സാം ഡേ രാവിലെ എന്തെങ്കിലും തയ്യാറെടുപ്പുണ്ടോ? DPP വീണ്ടും വായിക്കുകയോ എല്ലാം ചെയ്യാറുണ്ടായിരുന്നു? ജസ്റ്റ് ഒന്ന് വായിച്ചിടുന്നല്ലാണ്ട് രാവിലെ പിന്നെ എഴുന്നേറ്റ് നോക്കാറില്ല. ജസ്റ്റ് വരുന്ന വഴി വായിച്ചു നോക്കും. എന്നിട്ടാണ് രാവിലത്തെ എക്സാം ഓഫ്ലൈൻ ഡേ പിറ്റേ ദിവസം എക്സാം വരുന്നത്. അപ്പൊ എക്സാമും അറ്റൻഡ് ചെയ്ത് അതിൽ സംശയം ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കും, അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഓഫ്ലൈൻ ക്ലാസ്സിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഓഫ്ലൈൻ ക്ലാസ് നല്ലോണം ലൈക്ക് എനിക്ക് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് നല്ലോണം അവര് ക്ലിയർ ആക്കുന്നുണ്ട്. കാരണം ചെറിയ ചെറിയ പ്രശ്നമുള്ള സ്ഥലത്താണ് പിന്നീട് വലിയൊരു പ്രശ്നമായി മാറുക. അപ്പം ആ ചെറിയ ചെറിയ ഡൗട്ടൊക്കെ ഇങ്ങനെ ക്ലിയർ ആയി പോയി. അതുകൊണ്ടാണ് ഇത്ര. സത്യത്തിൽ ഓഫ്ലൈൻ ക്ലാസ്സും ഒരു നോർമൽ ഓഫ്ലൈൻ ക്ലാസിന്റെ ഫീല് തന്നെയായിരുന്നു. അതായത് ഓൺലൈൻ എടുത്തെന്നുള്ളൊരു മൈൻഡിലല്ലല്ലോ അവർ പഠിപ്പിക്കുക. വീണ്ടും അവർ ബേസ് തൊട്ട് വീണ്ടും പറഞ്ഞു തന്നിട്ട് വേറെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലേ ചെയ്യിക്കുക. അപ്പൊ 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഉണ്ട്, കംപ്ലീറ്റ്ലി ഉണ്ടായിരുന്നു. അപ്പം ഇതായിരുന്നു ഒരു കംപ്ലീറ്റ് എൻറ്റയർ സൈക്കിൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പം അതിന് ലൈക്ക് എക്സാം വന്നപ്പോ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു? DPP റിവിഷന് വേണ്ടി അങ്ങനെയൊക്കെ ഉപയോഗിക്കുമായിരുന്നു അതിന്? അത് എക്സാംസ് എനിക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയതാ. കാരണം ഓരോ ക്വസ്റ്റ്യനും തെറ്റിക്കുമ്പോഴും ഈ ഡെയിലി ടെസ്റ്റ് സീരീസ് ഇല്ലേ, അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും തെറ്റിക്കുമ്പോഴും അത് ഞാൻ വേറെ നോട്ട്ബുക്കിലായിട്ട് എഴുതും തെറ്റിച്ച ക്വസ്റ്റ്യന്. എന്നിട്ട് അത് വീണ്ടും വീണ്ടും വർക്ക്ഔട്ട് ചെയ്യും. കാരണം അത് പിന്നെയും തെറ്റിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പൊ
അതുകൊണ്ട് അങ്ങനെ തന്നെ നോക്കാറുണ്ടായിരുന്നു. അങ്ങനെ നോക്കലുണ്ട്. എല്ലാ ദിവസവും ഡെയിലി ടെസ്റ്റിന് തെറ്റുന്ന ക്വസ്റ്റ്യൻസ് വേറൊരു നോട്ടിൽ എഴുതി വെക്കുമായിരുന്നു. ഓക്കെ ഓക്കെ. സെപ്പറേറ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യും, വീണ്ടും വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ ഓക്കെ. അങ്ങനെ ചെയ്യലുണ്ടായിരുന്നു. പിന്നെ DPP ചില ക്വസ്റ്റ്യന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ, അത് സെപ്പറേറ്റ് ആയിട്ട് റൗണ്ട് ഇട്ട് വെച്ചിട്ട് അതിനെ കുറച്ചും കൂടെ റിവൈസ് ചെയ്യാനുള്ള. ഓക്കെ. അപ്പൊ കളേർഡ് മെറ്റീരിയൽ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഓക്കെ, റെഡി. അപ്പൊ നമ്മുടെ പോർഷൻസ് ഏകദേശം ഈ പറഞ്ഞ ഡിസംബർ ജാനുവരിയോടുകൂടി തന്നെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞുള്ള LMRP എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു? കാര്യം ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് അത് മനസ്സിലാകണമല്ലോ LMRPയെ കുറിച്ചുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് കാര്യം ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സൈലം സിലബസ് തീർത്താൽ വീണ്ടും പഠിപ്പിക്കുന്ന പ്രോസസ്സാണ് LMRP എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ഹൈ ലെവൽ ചോദ്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സമയമാണത്. കാര്യം എല്ലാ ചോദ്യങ്ങളും നമ്മൾ ആദ്യം കവർ ചെയ്തത് അഡ്വാൻസ് ലെവൽ വരെ കവർ ചെയ്യുമെങ്കിലും കൂടുതൽ കുട്ടികൾ വിട്ടുപോകുന്ന NCERT ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്ന സ്ഥലമാണ് LMRP. അതെങ്ങനെ ഹെൽപ്ഫുൾ ആയിരുന്നു? എന്തായിരുന്നു ഇതിന്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ LMRPയുടെ? എനിക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയത് ബയോളജിക്കാണ്. കാരണം ഞാൻ NCERT ഇപ്പോഴും വായിക്കും, പക്ഷെ എന്തെങ്കിലുമൊക്കെ പോയിന്റ് മിസ്സാവും. അവര് കറക്റ്റ് അത് കുത്തി ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കുറെ കിട്ടീനും LMRPക്ക്. അപ്പോഴാണ് എനിക്ക് ശരിക്കും മര്യാദക്ക് ഞാൻ NCERT വായിക്കാൻ തുടങ്ങി. രമ മിസ്സും സംഗീത മിസ്സും സ്റ്റേറ്റ്മെന്റ് കൊണ്ട് കളിയായിരിക്കും അതിനകത്ത് 100%. അത് അവരെല്ലാ കുട്ടികളും പറയുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ട് നമ്മൾ അത്രയും തറവാക്കുമായിരുന്നു. എനിക്ക് ആദ്യം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഞാൻ പേടി കൂടുതൽ. അപ്പം പിന്നെ അത് റെഡിയായി വന്ന്, അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് വന്ന് LMRPയിലെ ബയോളജി റേഞ്ചിലാണ്. കാരണം ആദ്യം ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലായിരുന്നു ബയോളജി. ഒന്ന് കൊടുത്താൽ മതിയെന്നൊന്ന് വിചാരിച്ചില്ല ആദ്യം. അപ്പൊ LMRP എത്തുമ്പോഴത്തേക്ക് ഒന്ന് റെഡിയായി വന്നത്. ബയോളജി ഇപ്പം ഫുൾ ആയിട്ടുണ്ട് ഏകദേശം. എക്സ്പെക്ടിങ് ഫുൾ ആണ്. ഫുൾ മാർക്ക് ബയോളജിയിൽ എന്തായാലും അതുകൊണ്ട് സെറ്റ് ആയിരിക്കും. ഇനി അടുത്തത് ഈ പറഞ്ഞ പോലെ എക്സാംസ് എങ്ങനെയായിരുന്നു? എക്സാം മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു? എല്ലാ എക്സാമും എഴുതായിരുന്നു? ഇതിന്റെ ഒറ്റ എക്സാമും വിട്ടിട്ടില്ല? ഇല്ല, എല്ലാ എക്സാമും എഴുതുമായിരുന്നു. ഓക്കെ. ഇതിന് അടുത്ത കാര്യം, ലൈക്ക് ഏതായിരുന്നു ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് ഉണ്ടായിരുന്നു ഈ കൂട്ടത്തില്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ എൻറ്റയർ കഴിഞ്ഞൊരു വർഷത്തിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്ത്? എനിക്ക് ഫിസിക്സ് സത്യം പറയാൻ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. എനിക്ക് കെമിസ്ട്രിയാണ് ഇത്തിരി ഒരു ക്യാച്ചപ്പ് ചെയ്യാൻ കുറച്ച് പ്രശ്നം വന്നത് ആദ്യം. കാരണം ഓർഗാനിക് എനിക്ക് ബേസ് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ക്ലാസ് കണ്ടുതരാൻ മെല്ലെ മെല്ലെ അത് റെഡി. ഓർഗാനിക്കിനെ കുറിച്ച് നമ്മൾ വേറൊരു പാറ്റേൺ ഓഫ് ഓർഗാനിക് കെമിസ്ട്രി അല്ലായിരുന്നു? അതായത് GOC1 GOC2 എന്നൊക്കെ പറഞ്ഞു. അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തു മെക്കാനിസം പഠിക്കാനും കാര്യങ്ങളൊക്കെ? അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം നമുക്ക് ആ മെക്കാനിസം ഒക്കെ തെറവാക്കിയാല് പിന്നെ എങ്ങനെ അവര് വളച്ച് ചോദിച്ചാലും ആ മെക്കാനിസം അറിയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. നല്ല ഹെൽപ്പ് ചെയ്തു. ഓക്കെ, ഓർഗാനിക് കെമിസ്ട്രി. ഇനി ഏതാണ് ആദ്യമേ നീറ്റിനും കോമൺലി മോഡൽ എക്സാമിന് എക്സാം അറ്റൻഡ് ചെയ്യുന്ന പാറ്റേൺ രീതി എങ്ങനെയായിരുന്നു അത്? ഞാന് ടിപ്പിക്കൽ ആദ്യം ബയോളജി, പിന്നെ കെമിസ്ട്രി, ഫിസിക്സ് അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ ബയോളജിക്ക് ഞാൻ നല്ലോണം ടൈം എടുക്കുന്നുണ്ട്. ശരിക്കും 1/2 മണിക്കൂറിന്റെ ഉള്ളിലൊക്കെ തീർക്കാൻ പറ്റും. പക്ഷെ എന്നാലും ഞാൻ 45 മിനിറ്റ്സ് കൊടുക്കും ബയോളജിക്ക്. കാരണം എറർ ഒന്നും ഒഴിവാക്കാൻ വേണ്ടിട്ട് കഴിയുന്നത്ര തെറ്റിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ 45 മിനിറ്റ് കൊടുക്കും. ഓക്കെ. അപ്പോൾ ബയോളജി ആദ്യമേ, പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ ഫിസിക്സ്. ഓക്കെ. എങ്ങനെയാ അപ്പൊ ബബിൾ ചെയ്ത് പോവാണോ? അതിന്റെ ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു? ഞാന് സബ്ജക്ട് വൈസ് ആണ് ബബിൾ ചെയ്യുക. പക്ഷെ ചില ക്വസ്റ്റ്യന് ഒന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്ത് ബബിൾ ചെയ്യുക എന്ന് ചില ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ഞാൻ സെപ്പറേറ്റ് മാർക്ക് ചെയ്യും. അപ്പൊ അത് ടൈം ഉണ്ടെങ്കിൽ ഞാൻ ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ അത് പിന്നെ ഞാൻ ബബിൾ ചെയ്യും. ഒരു സബ്ജക്ട് മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ബബിൾ ചെയ്യുന്ന രീതിയാണോ, അതോ അപ്പൊ ചെയ്ത് പോവാണോ ചെയ്യുന്നത്? ഒരു സബ്ജക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബബിൾ ചെയ്യുന്നത്? ഓരോ സബ്ജക്റ്റും ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അത് എന്നോട് FM സാർ ഇതിന്റെ കാര്യം ഇങ്ങനെ സംസാരിച്ചപ്പോ പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ടാണ്, സാധാരണ ആൾക്കാരെല്ലാം അപ്പൊ ചെയ്ത് പോകുന്ന രീതിയാണ്. ഞാൻ ആദ്യത്തെ നീറ്റ് അങ്ങനെയായിരുന്നു. പക്ഷെ എന്താ പറയുക പ്രശ്നം, കുറച്ച് കഴിഞ്ഞാല് അപ്പൊ നമ്മൾ എന്തെങ്കിലും സില്ലി മിസ്റ്റേക്ക് വരുത്തിണ്ടാവും. എനിക്കൊരു 5 സെക്കൻഡ് കഴിഞ്ഞിട്ടായിരിക്കും ആ ബോധം വരിക, എന്തോന്ന് മിസ്സിങ് ആയിരുന്നു. ഞാനപ്പൊ കറപ്പിച്ച്, അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് മാറ്റിയതാ. അങ്ങനെ കുറെ സില്ലി മിസ്റ്റേക്ക് എനിക്ക് അങ്ങനെ വന്നീനു ഫസ്റ്റ് അറ്റംപ്റ്റിന്. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ ബോധം വരും. പിന്നെ ഒന്നും കൂടെ ചെയ്ത് നോക്കണം എന്നുള്ള തോന്നലുണ്ടാവും. മാറ്റി ചെയ്തതാ. കാരണം ഒരു ദിവസം ഓഫും ഒരു ദിവസം ഓണും ആവുമ്പോൾ എപ്പോഴും എന്താണ് കുട്ടികൾക്കൊരു റിലാക്സ് ചെയ്ത് പഠിക്കുക, സെൽഫ് സ്റ്റഡി ഇഷ്ടപ്പെടുന്ന കുട്ടിയൊക്കെ. അപ്പോൾ ഒരു ദിവസം വീട്ടിലിരുന്ന് കംപ്ലീറ്റ് പഠിക്കും, ഓൺലൈനിൽ വീഡിയോ കണ്ട് അവരെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. മറ്റേ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വീണ്ടും ഫ്രഷപ്പ് ആയിട്ട് വരാം മോർണിംഗിൽ. അതാണ് ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. സ്വന്തമായിട്ട് പഠിച്ചിട്ട് വരുമ്പോൾ അഡ്വാൻറ്റേജ്. ഇതിൽ വൺ തിങ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വീട്ടിലിരുന്നാൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് ക്ലാസ്സിൽ വരാൻ ഫ്രഷ് ആയിരിക്കും, ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പം വന്ന് ഈവനിങ് വീട്ടിലെത്തുന്നു, നെക്സ്റ്റ് ഡേ ക്ലാസ് ഇല്ലല്ലോ, വീട്ടിലാണല്ലോ, ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പൊ സ്ട്രെസ് ഫ്രീക്ക് എപ്പോഴും ഹൈബ്രിഡാണ് നല്ലത്.
ഒരു ദിവസം പോലും ലീവ് എടുത്തിട്ടില്ലല്ലേ? ലീവ് എടുത്തിട്ടില്ല. എക്സാം എല്ലാം എഴുതി, എല്ലാ എക്സാം. പിന്നെ ഈ വർഷത്തിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവള് കല്യാണം ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഇവളങ്ങ് ഒഴിവാക്കി. ഇവള് സ്വന്തമായിട്ട് ഒഴിവാക്കി. ഞാനും പറഞ്ഞു വേണ്ട. പിന്നെ വൈഫ് പറയും അവളെ കൊണ്ടുപോകല്ലേ ആ പ്രോഗ്രാം. ഞാൻ വേണ്ട, ഈ ഇയർ അത് വേണ്ട. ഞാൻ പല സമയത്ത് ഞാനാണ് ആ 1 ഇയർ എത്ര ഡെഡിക്കേറ്റഡ് ആവുന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇതിന് 100% ഡെഡിക്കേറ്റഡ് ആയിരുന്നു ആ കാര്യത്തിൽ. ഞാൻ അറ്റ്ലീസ്റ്റ് ബീച്ചിൽ പോകുമ്പോഴും സിനിമക്ക് പോകുമ്പോഴും ഞങ്ങൾ പോവാണല്ലോ ഇവളെ വേണ്ട, അത് ഈ ഇയർ വേണ്ട. അതാണ് സംഭവം. അങ്ങനെയാണ്. ഹൈബ്രിഡ് സിസ്റ്റം ഭയങ്കരമായിട്ട് ഹൈബ്രിഡ് സിസ്റ്റം ഹെൽപ്ഫുൾ ആണ് ഹൈബ്രിഡ്. കാരണം ഈ ക്യാമ്പസ് ആംബിയൻസ് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ആ നിങ്ങളെ ലോഞ്ചും വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് തോന്നി ഇത് പെർഫെക്റ്റ് പ്ലേസ്, ഇത്ര മതി. പിന്നെ പലരും എൻ്റെ അടുത്ത് പ്രഷറൈസ് ചെയ്തിരുന്നു. ഡിസിഷൻ ഞങ്ങൾ പറഞ്ഞു വേണ്ട, മതി. തീരുമാനം എടുത്ത പോസിറ്റീവ് ആയില്ലേ ഇപ്പോ? പിന്നെ ഒരു 50% കുട്ടികളെ കഴിവായിരിക്കും. അങ്ങനെയാണല്ലോ. 50% ഇൻസ്റ്റിറ്റ്യൂഷൻ, 50% കുട്ടികളെ കഴിയാം. കുട്ടികളെ ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും അവർ വിജയിക്കുള്ളൂ. അത് നമുക്കറിയുന്നുണ്ടാവും. അപ്പോൾ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ തിരഞ്ഞെടുക്കുന്നതിലാണ് ഒരു മെയിൻ കാര്യം. അല്ലെങ്കിൽ അതിൽ ഈ മോഡല് നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത മോഡൽ എന്ന് പറയുന്നത് ഭയങ്കര ഇതുവരെ ആരും ചെയ്യാത്തൊരു മോഡലായിരുന്നു. ഹൈബ്രിഡ് സിസ്റ്റം എഴുതാൻ DPP എക്സാം എല്ലാം കണ്ട ക്വസ്റ്റ്യൻ ആണെന്നുള്ള ഫീലിംഗ്. അതെ അതെ, ഇതെല്ലാം ഏതോ ഒരു ടെസ്റ്റ് ഞാൻ എഴുതി എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു അഡ്വാൻറ്റേജും ഉണ്ട്. എനിക്കൊരു 0-700 ഇപ്പൊ ഇത്രയധികം 700+ എത്താൻ വേണ്ടി പറ്റിയതും എനിക്ക് തോന്നുന്നു ആ ഒരു ഹൈബ്രിഡ് സിസ്റ്റം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാരും ഹാപ്പിയാ. ഞങ്ങൾ ഹാപ്പിയാണ്. ചെലവെന്നാ അല്ലേ? ചെലവെന്നാ ഞങ്ങൾ ചെലവ് ചെയ്യാം. സക്സസ് സെലിബ്രേഷൻ. ഏത് മെഡിക്കൽ കോളേജ് പ്രിഫർ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ആലോചനയുണ്ടോ? എന്താണ് അതിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഏത് മെഡിക്കൽ കോളേജ് പ്രിഫർ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ആലോചനയുണ്ടോ? എന്താണ് അതിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഞാന് പണ്ടേ എന്റെ കണ്ണ് കോഴിക്കോടിലായിരുന്നു, കോഴിക്കോട് മെഡിക്കല്. അവിടെ എത്തണം തന്നെ. പക്ഷെ ഇപ്പം കൺഫ്യൂഷൻ അല്ലേ? ജിപ്മർ, എയിംസ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അതൊക്കെ ആലോചിച്ചോ? അതിനെ കുറിച്ച് വല്ലതും ചിന്തിച്ചോ? ഞാന് പിന്നെ ആലോചിക്കാന്ന് വെച്ച് അങ്ങ് വിട്ടുകളഞ്ഞു. അതാണ് ഇപ്പം ഇനി ഒരു മാസം ഇനി എന്ത് ചെയ്യണമെന്നല്ല. ഇനി എനിക്ക് തോന്നുന്നു ഇനി മാസം കല്യാണവും അതുപോലത്തെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ എൻഗേജ് ചെയ്യുക, ഫുള്ള് സിനിമയൊക്കെ കാണുക. അതാണ് മെയിൻ. ആവേശം ഇറങ്ങിയിട്ടുണ്ട്. മറ്റേ വർഷങ്ങൾക്ക് ശേഷം എത്ര പടം ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പൊ എനിക്കൊന്ന് തിയേറ്ററിൽ ഉണ്ടെന്ന് തോന്നുന്നു എല്ലാ പടങ്ങളും. മലയാളി ഫ്രം ഇന്ത്യ, നടികർ തിലകം, ഇതെല്ലാം ഇപ്പൊ എന്ത് ചെയ്ത് കണ്ട് ഉഷാറാക്കി മൊത്തത്തില്. സക്സസ് സെലിബ്രേഷൻ ഒക്കെ വരുന്നുണ്ട്. നമുക്ക് അടിച്ചു പൊളിക്കണം, ഇത്തവണ തകർക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ.